നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിറവം പാറശാല മണലൂർ വി.എസ്. അച്യുതാനന്ദൻ്റെ രണ്ടാം മുഖ്യമന്ത്രി പദമോഹം തകർത്ത 3 മണ്ഡലങ്ങൾ. ഈ 3 മണ്ഡലങ്ങളിലും കൂടി CPM സ്ഥാനാർത്ഥികൾ തോറ്റത് 650 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. എന്ന് വെച്ചാൽ ഈ 3 മണ്ഡലങ്ങളിലും കൂടി ഒരു 800 വോട്ട് CPMന് പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ 2011 വി.എസ്. അച്യുതാനന്ദൻ വീണ്ടും അധികാരത്തിൽ വരുമായിരുന്നു. അച്യുതാനന്ദന് 2ാം തവണ മുഖ്യമന്ത്രിയാകുമായിരുന്നു. തുടർഭരണം CPMന് 2011 ലഭിക്കുമായിരുന്നു എന്നുള്ള സ്ഥിതി വിവര കണക്കുകളാണ് ഇപ്പോൾ CPMനുള്ളിൽ തന്നെ പുറത്തു വരുന്നത്. വി.എസ്. അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ പിണറായിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ഒരു അട്ടിമറിയും ഗൂഢാലോചനയും പിരപ്പങ്കോട് മുരളി അടക്കമുള്ള ആളുകൾ പുറത്തുവിടുന്നുണ്ട്. ഈ 3 മണ്ഡലങ്ങളിൽ അന്ന് CPM സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. മണലൂരിൽ 500 വോട്ടിനാണ് മാധവൻ ജയിച്ചത്. പാറശാലയിൽ UDF സ്ഥാനാർത്ഥി ജോർജ് ജയിച്ചതും 500 വോട്ടിനാണ്. പിറവത്ത് TM ജേക്കബ് ജയിച്ചത് കഷ്ടിച്ച് 35 വോട്ടുകൾക്കാണ്. ഇത് CPMൽ നിന്നുമുണ്ടായ വലിയൊരു അട്ടിമറിയുടെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. ഇത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും CPM നേതാക്കൾ തന്നെ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന, ഇതിനെ അംഗീകരിക്കുന്ന ഒരു കാലം വരുന്നത് VS ഇവിടെ മരിച്ചു കിടക്കുമ്പോഴായിരുന്നു. VSനെ 2ാമത് മുഖ്യമന്ത്രിയാക്കാതിരിക്കാനുള്ള നീക്കം നടന്നു എന്ന് അന്ന് പിണറായിയുടെ വലങ്കൈയായി പണിയെടുത്ത, VSനെ ഇല്ലാതാക്കാൻ പണിയെടുത്ത സുധാകരൻ തന്നെ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത്. പിരപ്പങ്കോട് മുരളി നേരത്തെ തന്നെ VSൻ്റെ ആളായിരുന്നത് കൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഇതൊന്നും ആരും അത്ര ഗൗനിക്കാൻ തയ്യാറായില്ല. കാരണം അയാൾ VSൻ്റെ അടുത്ത ആളായിരുന്നു. എന്നാൽ പിണറായിക്ക് വേണ്ടി വഞ്ചിപ്പാട്ട് എഴുതിയ, പിണറായി കേരളത്തിൻ്റെ സൂര്യനായി പ്രതിഷ്ഠിച്ച സാക്ഷാൽ സുധാകരൻ തന്നെ ഇപ്പോൾ തുറന്നു പറയുകയാണ് പാർട്ടിക്കുള്ളിലെ ചില യൂദാസുകളാണ് 3 സീറ്റുകൾ തോൽപ്പിച്ചതെന്ന്. ആ 3 സീറ്റുകൾ അന്ന് CPMന് ലഭിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 800 വോട്ടുകൾ ഈ 3 മണ്ഡലങ്ങളിലും കൂടി CPMന് ലഭിച്ചിരുന്നെങ്കിൽ വി.എസ്. അച്യുതാനന്ദൻ 2011 വീണ്ടും മുഖ്യമന്ത്രിയാകുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ VSൻ്റെ കയ്യിലായിരിക്കും ആഭ്യന്തര വകുപ്പ്. പിന്നെ കേരളം കാണാത്ത ചില നീക്കങ്ങൾ ഇവിടെ നടക്കുമായിരുന്നു. പുതിയൊരു കേരളം സൃഷ്ടിക്കപ്പെടുമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സുധാകരനെ പോലുള്ളവർ പറയുന്നത്. എന്നാൽ ഈ സുധാകരൻ അന്ന് പിണറായിയുടെ വിശ്വസ്തനായി നിന്ന് VSനെ പുറകിൽ നിന്ന് കുത്തിയ ആളാണെന്നുള്ളത് CPMകാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം 2016 സുധാകരൻ മന്ത്രിയായി, 2ാമത് മന്ത്രിയായി VSനെ കാണാൻ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ ചെന്നപ്പോൾ സുധാകരൻ്റെ മുഖത്ത് നോക്കാൻ പോലും വി.എസ്. അച്യുതാനന്ദൻ തയ്യാറായില്ല എന്നുള്ളത് അന്നെല്ലാവരും പറഞ്ഞതാണ്. അന്ന് ചാനലുകളിലെല്ലാം നമ്മൾ കണ്ടതുമാണ്. പകരം VSൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ചെന്ന മേഴ്സിക്കുട്ടിയമ്മയെ VS തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം മേഴ്സിക്കുട്ടിയമ്മ എക്കാലവും VSൻ്റെ അടുത്തയാൾ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സുധാകരൻ തുറന്നു പറയുമ്പോൾ ചില യൂദാസുകളാണ് VSൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തി തുറന്നു പറയുമ്പോൾ ആ അമ്പുകൾ നേരെ ചെന്ന് തറയ്ക്കുന്നത് സാക്ഷാൽ പിണറായി വിജയനിലേക്ക് തന്നെയാണ്. ഒരു കാലത്ത് പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായി പടയാളിയായി നിന്ന സുധാകരൻ തന്നെ, അല്ലെങ്കിൽ VSനെ വെട്ടിയൊതുക്കുന്നതിൽ ആലപ്പുഴയിൽ വലിയ പങ്കുവഹിച്ച പിണറായിയുടെ കൈക്കോടാലിയായി പ്രവർത്തിച്ച സുധാകരൻ ഇപ്പോൾ തുറന്നു പറയുകയാണ് VSനെ 2ാം ഊഴം നിഷേധിച്ചത് പാർട്ടിയിൽ നിന്നുള്ള കുത്തിത്തിരിപ്പായിരുന്നു, പിന്നിൽ നിന്നുള്ള കുത്തലായിരുന്നു. അതിനൊരു യൂദാസ് പ്രധാന പങ്ക് വഹിച്ചു. ആ യൂദാസ് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നാണ് സുധാകരൻ പറഞ്ഞത്. ആ യൂദാസ് എന്നുള്ള വിളി ചെന്ന് തറയ്ക്കുന്നത് പിണറായിലേക്ക് തന്നെയാണെന്ന് CPM നേതാക്കൾ എല്ലാവരും പറയുന്നു, അല്ലെങ്കിൽ രഹസ്യമായെങ്കിലും പറയുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിലും ഈ VSനെ പിന്നിൽ നിന്ന് കുത്തി 2ാം ഊഴം നഷ്ടപ്പെടുത്തിയത് ആരെന്നുള്ള ചോദ്യം അണികൾക്കിടയിൽ ഉയർന്നു വരുമെന്നുള്ളൊരു ഭയം CPM നേതൃത്വത്തിനുണ്ട്. ഏതായാലും ഈ 3 മണ്ഡലങ്ങളിൽ 850 വോട്ടുകൾ CPMന് ലഭിച്ചിരുന്നെങ്കിൽ VS ഇവിടെ ചരിത്രം സൃഷ്ടിക്കുമായിരുന്നു. അത് തകർത്തത് ആരാണ്? പിണറായി വിജയനാണോ? ആണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ സുധാകരൻ അടക്കമുള്ളവർ നൽകുന്നത്. ഇത് സുധാകരൻ്റെയും പിഴപ്പം കൊടുമ്പോഴിലേക്ക് ഈ പ്രസ്താവന CPMനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വേട്ടയാടുമെന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.